ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് എന്താണ് ജനങ്ങളോട് രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലൂടെ കടന്നു പോകുന്നു CPM-ഉം LDF-ഉം എന്നുള്ളതാണ്. ഒരു കുട്ടിയോട് ചോദിക്കുക, നിങ്ങൾ പവർ കട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മോനെ, എന്താണതെന്ന് വിശദീകരിക്കാമോ? എന്താണത് പവർ കട്ട്? ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് കുട്ടി തിരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്ന നേതാവിനോട് മറുപടി പറയുമ്പോൾ എഴുതി വെക്കുകയാണ് LDF-ഉം CPM-ഉം. 10 വർഷം പവർ കട്ട് എന്താണെന്ന് അറിയാത്ത 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ മറുപടി ജനങ്ങളുടെ മുന്നിലേക്ക്. ഈ നാടിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും 1000 രൂപ ഇങ്ങനെ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിനെ ഇങ്ങനെ കൈവെള്ളയിൽ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ കോൺഫിഡൻസ്. വയനാട് വീടുണ്ടാക്കാമെന്ന് പറഞ്ഞ് അവിടെ ഒന്നും നടക്കാതെ പോയ കോൺഗ്രസിൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞ 10 വർഷം ശരാശരി ഒരു ദിവസം 87 വീടുകൾ നിർമ്മിച്ചു നൽകി 4.5 ലക്ഷത്തിന് മുകളിൽ വീടുകൾ പണിതതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ വർത്തമാനങ്ങൾ. അതുപോലെ തന്നെ എണ്ണി എണ്ണി പറയുകയാണ് LDF-ഉം CPM-ഉം. സ്വർണ്ണക്കടത്ത്, സ്വർണ്ണപ്പാളി എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങളിൽ മുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും UDF-ഉം BJP-യും എല്ലാം ഇങ്ങനെ എങ്ങുമെത്താതെ പോകുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോവിഡിലേക്ക് പോയ നാടിനെ ചേർത്ത് നിർത്തി ജനങ്ങളെ മനസ്സ് കയ്യിലെടുത്ത് പോയ പിണറായി സർക്കാരുണ്ടല്ലോ, അത് തന്നെയാണ് 3ാം വട്ടവും അവർ കൊണ്ടുവരുന്ന സ്ട്രാറ്റജി എന്നുള്ളതാണ്. എന്നൊക്കെ കോൺഗ്രസ് വിവാദങ്ങളുടെ പുറകെ പോയിട്ടുണ്ടോ, അതെല്ലാം കോൺഗ്രസിന് തിരിഞ്ഞു കുത്തിയിട്ടുണ്ട്. പഠിക്കുന്നില്ല കോൺഗ്രസ് എന്നുള്ളതാണ്. നോക്കൂ, അത്രമേൽ വലിയ സ്ട്രാറ്റജിക് പ്ലാനിങ്ങോട് കൂടി LDF-ഉം CPM-ഉം ഈ നാടിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ 10 വർഷം കൈകാര്യം ചെയ്തതിന് ഡേറ്റ വെച്ച് സംസാരിക്കുകയാണ്. ഒരു മന്ത്രി ഒരു അഴിമതി ആരോപണം, ഒരു വിജിലൻസിൻ്റെ നോട്ടീസ് എന്തെങ്കിലും കൊണ്ടുവരാൻ പ്രതിപക്ഷങ്ങൾക്കായോ എന്നുള്ളതാണ്. നോക്കൂ, കോൺഫിഡൻസിൽ ഇങ്ങനെ എക്സ്ട്രീം ലെവൽ പീക്കിൽ നിൽക്കുകയാണ് ഒരു മുന്നണി. എന്നിട്ട് ആ മുന്നണിയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ മുടന്തൻ ന്യായങ്ങൾ പറയുന്ന പോലെയാണ് ഓരോന്നും പറയുന്നത്. ഏശില്ല കേട്ടോ, ഏശില്ല, രോമത്തിൽ തൊടില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ കാണുന്നുണ്ട് ഇതെല്ലാം. രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ഒരു 10 വർഷം ഭരിച്ച ഒരു പാർട്ടി എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണം തെളിവുകൾ സഹിതം, ഡേറ്റകൾ സഹിതം ഇങ്ങനെ മുമ്പോട്ട് വെക്കുമ്പോൾ 10 വർഷം മടുത്തില്ലേ ആ പാർട്ടിയെ എന്ന് പറയുന്ന പ്രതിപക്ഷം എന്താ പറയുന്നത്? ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലാത്ത വിധം അതപ്പതിച്ച പ്രതിപക്ഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും LDF-നുമാണ് മുൻതൂക്കമെന്ന് പറയാൻ നമ്മൾ എന്തിനാണ് ഇത് മടിക്കുന്നത്?